ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ജസ്ന സലീം നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? കൃഷ്ണന്റെ പടം വരച്ച് അത് വിറ്റ് ജീവിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കൃഷ്ണഭക്തി എന്ന ഐഡന്റിറ്റി ഉപയോഗിക്കുന്ന, അതിനുപയോഗിച്ച് റീച്ച് ഉണ്ടാക്കുന്ന ആൾ. ഉപയോഗിക്കുന്ന എന്ന വാക്ക് വളരെ വളരെ കൺവിൻസിംഗ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പേ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യം. ഈ ജസ്ന സലീം കാണിക്കുന്ന ഭക്തി സത്യത്തിൽ അവർക്കുള്ള ഭക്തിയാണോ? ജസ്റ്റിന് അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളത് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇവരിത് വളരെ കൺവിൻസിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ഐഡന്റിറ്റി ആണെന്നുള്ളത്. നമ്മൾ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട പല ഭക്തരുടെ ഐതിഹ്യങ്ങളും കഥകളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? ഇപ്പോൾ കുരൂരമ്മയായാലും മീരയായാലും ഇവരൊക്കെ ഐഡന്റിറ്റി ഉപയോഗിച്ചവരല്ല, അല്ലെങ്കിൽ ഉപയോഗിച്ച് ബിസിനസ് ചെയ്തവരല്ല. അവർ ഭക്തിയുടെ പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത്, അല്ലെങ്കിൽ ഭക്തിയുടെ പേരിലാണ് അവരുടെ ഐതിഹ്യങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ജസ്ന സലീം എന്ന വ്യക്തി അങ്ങനെയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷ്ണഭക്തി, അതായത് മറ്റൊരു മതത്തിൽപ്പെട്ടയാൾക്ക് കൃഷ്ണനോട് തോന്നുന്ന ഭക്തി, അത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുമെന്നും ആ ശ്രദ്ധയിലൂടെ ഒരു റീച്ച് ഉണ്ടാക്കാനും കഴിയുമെന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഇതേ സമുദായത്തിലുള്ള പലരും ഇവരെ സപ്പോർട്ട് ചെയ്തപ്പോൾ സുരേഷ് ഗോപി ആയാലും ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഈ ഭൂരിപക്ഷ രാഷ്ട്രീയമുള്ളവര് അവരെയും ഈ വ്യക്തിയെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുള്ളവരാണ്, അത് ഉപയോഗിച്ചിട്ടുള്ളവരുമാണ്. അതിനുശേഷം ഒരു കോടതി ഉത്തരവ് വന്നു, പിന്നെ ഭക്തിയായിട്ട് ഞാൻ അങ്ങോട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ജസ്ന സലീം കുറച്ചു നാൾ ഈ ദുരിതമില്ലായിരുന്നു. പക്ഷേ ഇപ്പോ ഒരു വാർത്ത വന്നിരിക്കുന്നു. ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. ജസ്ന സലീമിനെതിരെ കേസ് വന്നിരിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരിച്ച യുവതിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ്. കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസെടുത്തത്. ഇപ്പോൾ കേസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണത്തിലേക്ക് നമുക്ക് വരാം, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ ജസ്ന സലീം ചെയ്തിരുന്നൊരു കാര്യം കൃഷ്ണന്റെ ചിത്രം വരച്ച് വിൽക്കുക എന്നുള്ളതാണ്. ഇവര് കൃഷ്ണ ഭക്തയാണ്. മറുനാളിന്റെ പണ്ടത്തെ വീഡിയോ കണ്ട് ആദ്യമായിട്ട് കണ്ണനെ കണ്ടപ്പോൾ തോന്നിയ വികാരം, കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള സംഭവം, കണ്ണൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ആ ഒരു ചെറിയ കുട്ടി, സ്വർണ്ണാഭരണങ്ങൾ കണിഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയോട് തോന്നിയ സ്നേഹം, പിന്നെ അത് ഭക്തിയായി മാറിയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവരെന്താ ചെയ്തത്? ഈ ഭക്തി കൂടി ആളുകൾ ശ്രദ്ധിക്കുന്നതായപ്പോഴേക്കും അതിന് കൂടുതൽ റീച്ച് കിട്ടാനുള്ള കോപ്രായങ്ങളിലേക്ക് കടന്നു. ആ കോപ്രായമാണ് പിന്നീട് കോടതിയിലേക്ക് ഈ വിഷയം എത്തിച്ചത്. വാർത്ത നമുക്ക് തുടർന്ന് കണ്ടുപോകാം. കീർത്തന, ജസ്ന സലീം ഒരു ചിത്രകാരിയാണ്. ഒരു കൃഷ്ണഭക്ത എന്ന നിലയിലൊക്കെ മുൻപും ഇവർ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ ആകർഷിച്ച ഒരാൾ കൂടിയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഒരു കേക്ക്, ഈ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് വെച്ച് കേക്ക് മുറിച്ച് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു പരാതി നൽകിയിരുന്നു. പിന്നീട് ഹൈക്കോടതി വിഷയം എടുക്കുകയും ക്ഷേത്രം ഭക്തർക്കുള്ളിടമാണ്, അവിടെ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ പാടില്ല എന്നടക്കമുള്ള കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് ഈ ക്ഷേത്ര വളപ്പിലെ വീഡിയോ ചിത്രീകരണമൊക്കെ പൂർണ്ണമായും ഹൈക്കോടതി തന്നെ നിരോധിക്കുകയും ചെയ്തത്. അതൊരു ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്തു. എന്നല്ലേ, വല്ലപ്പോഴെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഗുരുവായൂർ അമ്പലത്തിൽ എത്താൻ കഴിയുന്നവര്, അവർക്ക് അവിടെ ഒരു സൊവനീർ എന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ അതുപോലും എടുക്കാത്തൊരു സാഹചര്യം ഇവർ ഉണ്ടാക്കി വെച്ചു. ഇന്നത്തെ കാലത്തെ യാത്രാ സൗകര്യങ്ങൾ കൂടുതലാണ്, ലോകത്തെവിടെയുള്ളവർക്കും ഗുരുവായൂർ അമ്പലത്തിൽ എത്തിപ്പെടാം. പക്ഷെ പണ്ടൊക്കെ എന്ന് പറയുന്നത് ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ക്രിസ്ത്യൻ ഫാമിലി ജനിച്ചു വളർന്നതാണ്. ഞങ്ങൾക്കൊക്കെ പണ്ട് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് മലയാറ്റൂർ മല പോവുക, അല്ലെങ്കിൽ വേളാങ്കണ്ണി പോകും. ഇതൊക്കെ വലിയൊരു സംഭവം ഒരു ജീവിതത്തിൽ. വേളാങ്കണ്ണി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേളാങ്കണ്ണി മാതാവിൻ്റെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ കഴിയും. ആ വിഗ്രഹത്തിനടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ കഴിയും. ഈ ഫോട്ടോയ്ക്ക് പണ്ട് ഈ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ, പ്രത്യേകിച്ച് ഈ ലത്തീൻ കത്തോലിക്കരായിട്ടുള്ള തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളൊക്കെ വീട്ടില് സാധാരണഗതിയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിരുന്നു, ആ ഫോട്ടോ വീട്ടിലുണ്ടാവുക എന്നുള്ളത്. ഇന്നിപ്പോൾ വേളാങ്കണ്ണിക്ക് ട്രിപ്പ് പോലെ എല്ലാ വർഷവും ആളുകൾ പോകുന്നുണ്ട്. അന്നൊക്കെ അത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം സാധിച്ചിരുന്ന കാര്യമാണ്. അങ്ങനെ വളരെ ചുരുങ്ങിയ സാഹചര്യത്തിൽ ഇതേപോലെ കൃഷ്ണഭക്തി കൊണ്ട്, അല്ലെങ്കിൽ കണ്ണനോടുള്ള ഭക്തി കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ എത്തുകയും അവിടെ വെച്ച് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാതിരിക്കുന്ന രീതിയിൽ, അതൊരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാൻ, ഒരു ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി തീർത്തതിൽ ഈ സ്ത്രീ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇവരതിൻ്റെ മുമ്പിൽ പോയി കേക്ക് കട്ട് ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, ഭക്തിയുടെ ആളുകളൊക്കെ പോയിട്ട് ഒരു ആരാധനാലയത്തിന്റെ മുമ്പിൽ ചെന്ന് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? വെറും കോപ്പറാണ് ഈ കാണിച്ചു വിടുന്നത്, അല്ലാതെ ഇതൊന്നും ഭക്തിയല്ല. ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് റീച്ച് ഉണ്ടാകുമെന്നും ആ റീച്ച് വെച്ച് എന്റെ ബിസിനസ് വർദ്ധിപ്പിക്കാമെന്നും ഒക്കെ ഉള്ള ചിന്താഗതിയിൽ നിന്നുണ്ടായ വെറും കോപ്രായമാണിത്. അങ്ങനെയല്ല എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ആ കോപ്രായം കാണിച്ചപ്പോഴാണ് കോടതി ഇടപെട്ടതും മേലിൽ ഇമാതിരി പരിപാടികൾ നടക്കില്ല,
കേക്ക് കട്ട് ചെയ്യുന്നത് പോയിട്ട് ഒരു വീഡിയോയും എടുക്കാൻ പറ്റില്ല, ഒരു ഫോട്ടോയും എടുക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചത്. അതിനുശേഷമാണ് അവർ വീണ്ടും ഈ പരിപാടിയായിട്ട് എത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ പിന്നാലെ കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി ഈ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള ബാങ്കിന്റെ ഈ കാണിക്കയുണ്ട്. ഈ കാണിക്കയ്ക്ക് മുകളിലെ കൃഷ്ണ വിഗ്രഹത്തിൽ ഒരു മാല ചാർത്തിക്കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചിത്രീകരിച്ചു. അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഞാൻ പറയുന്നത്, വെറും പട്ടിഷോയാണ്, വെറും കോപ്പറാണെന്ന് പറയുന്നത്. ഇവർക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഇവർ അങ്ങോട്ട് പോയി പ്രാർത്ഥിക്കുകയോ മാലയിടുകയോ ദീപാരാധന തൊഴുകയോ എന്ത് വേണേലും ചെയ്തോളൂ. അത് വീഡിയോ എടുത്തിരുന്നത് എന്തിനാണ്? അതിന്റെ പിന്നിലാണ് ഇവരുള്ളിൽ കിടക്കുന്ന സംഭവം. ഭക്തിയല്ല, വെറും അറ്റൻഷൻ സീക്കിങ്. അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞാൽ വെറും അറ്റൻഷൻ സീക്കിംഗ് അല്ല, ഇവരുടെ സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടാനുള്ള സംഭവം, അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ് നടത്താനുള്ള സംഭവം. അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന വെറും കോപ്രായമാണ് ഈ സംഭവം. അല്ലാതെ ഇവർ ഭക്തി കൊണ്ട് കാണിച്ചു കൂട്ടുന്നതല്ല. ഭക്തി ഉണ്ടെങ്കിൽ അവർ പോയിക്കോട്ടെ, തൊഴുതോട്ടെ, എന്തുവേണം ചെയ്തോട്ടെ, ദീപാരാധന തൊഴുകേ, അതെന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അത് വീഡിയോ എടുത്തിടുകയും ആളുകളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിന് മുന്നേ ഒരു വിഷയത്തിൽ ആളുകൾക്ക് ഈ വിഷയത്തിൽ ഒരു പ്രൊവോക്കേഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നാടാണ് നമ്മുടെ നാട്. ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നത് കൂടുതലും ഇങ്ങനെ മതപരമായ വിഷയത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് പലരുടെയും രാഷ്ട്രീയ അജണ്ട കൂടിയാണ്. അതിനിടയിൽ കൂടെയാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്. പണ്ട് ഞാൻ ഒരു 2004 കാലഘട്ടത്തിലാണ് തോന്നുന്നു അവിടെ പോയത്. അവിടെ അതിന്റെ മുൻവശത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് എൻ്റെ ഞാൻ അവിടെ പോയിട്ടില്ല. എഴുതി വെച്ചിരിക്കുന്നത് വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് പ്രവേശിക്കാം എന്ന രീതിയിൽ. കാരണം ഹൈന്ദവ മതം എന്ന് പറയുന്നത് ബഹുദൈവ ആരാധനയെ പിന്തുണയ്ക്കുന്ന മതമാണ്, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന മതമാണ്. വിഗ്രഹാരാധന എന്ന് പറയുന്നത് അവരുടെ ആരാധന ശൈലിയാണ്. അതല്ലാത്ത വിശ്വാസികളുണ്ട്. ഇപ്പോൾ അതേസമയം തന്നെ സെമിറ്റിക് മതങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും യഹൂദരായാലും ഏകദൈവ വിശ്വാസമുള്ളവരാണ്. അവിടെ ഒരാൾ ചെന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും ഷോ ഓഫ് അടിച്ച് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വിശ്വാസികൾക്ക് അവരുടേതായിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാവും. ആ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി. എന്തിനീ പരിപാടിക്ക് നിൽക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഭക്തിയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കാണിച്ചാൽ മതി. ഇത് വെറുതെ പുറം പൂച്ച്. ഈ ബൈബിളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ അധരങ്ങൾ എന്നെ സ്തുതിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങൾ എന്നിൽ നിന്ന് അകലെ എത്രയെന്നാ പറയുക. ഇവിടെ ഈ പെണ്ണിന്റെ വീഡിയോകൾ കൃഷ്ണഭക്തിയെ സ്തുതിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുള്ളിൽ ഭക്തി ഉണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ചാൽ പോരെ. പണ്ട് കോമഡിയായിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട് ഈ ഭക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു അണ്ടർ ഗാർമെന്റ് പോലെയാണ്. അത് നിങ്ങൾക്ക് ഇടാം, ഏത് കളറിലുള്ള അണ്ടർ ഗാർമെന്റ് നിങ്ങൾക്ക് ഇടാം, ഏത് തരത്തിലുള്ള അണ്ടർ ഗാർമെന്റ് നിങ്ങൾക്ക് ഇടാം, ഒരു പ്രശ്നമില്ല. ഇടാതിരുന്നോ അതും പ്രശ്നമല്ല. പക്ഷെ അതിട്ടിടുന്ന നാട്ടുകാരെ മുഴുവൻ കാണിക്കുന്നതിന് വേണ്ടി അതെടുത്ത് പുറത്തിടുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാവുന്നത്. അതൊരു ഷോ പരിപാടിയാണ്, പട്ടി ഷോയാ പരിപാടി. ഇപ്പോൾ പോലീസ് അതിനൊരു കേസെടുത്തിരിക്കുന്നു. പണി കിട്ടുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ പോലീസിൽ, അതായത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഒരു പരാതി നൽകി. ആ പരാതിയിലാണിപ്പോൾ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസ് FIR ഇട്ടിരിക്കുന്നത്. എന്തായാലും രണ്ടാമത് ഇത് ആവർത്തിക്കുന്നതിന് ഒരേ കുറ്റകൃത്യം ആവർത്തിക്കുന്നതിനെ തുടർന്നാണ് പരാതി നൽകിയത്. BNS 192 സെക്ഷൻ അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. കലാപാഹ്വാനം, പ്രൊവോക്കേഷൻ. ഇതിപ്പോ പർപ്പസ്ഫുൾ പ്രൊവോക്കേഷൻ എന്ന രീതിയിലാണ്. കാരണം കോടതി ഒരിക്കൽ ആ സംഭവം ഇവർ ചെയ്ത കാര്യമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇവർക്കറിയാം കോടതി ആ കാര്യം നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും ചെയ്യുന്നത് ഇവർ ചെയ്യുന്ന തെറ്റിന്റെ ഗ്രാവിറ്റി വർദ്ധിപ്പിക്കും. അതായത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കുറ്റം ചെയ്യാണ് എന്ന രീതിയിലേക്ക് അത് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന്റെ ശിക്ഷ എന്ന് പറയുന്ന 6 മാസം തടവും പിഴ അടക്കേണ്ടി വരും, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വരും. ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും കിട്ടുമോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര വലിയ പ്രൊവോക്കേഷൻ ഇവിടെയുണ്ടോ, ഇവർ ഇത്ര വലിയ ആത്മീയ വ്യാപാരമാണ് നടത്തുന്നത്. ശരിയാ, നമ്മുടെ നാട്ടിൽ ഇതിലും വലിയ ആത്മീയ വ്യാപാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വിശ്വാസം വിറ്റ് പലരും ജീവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. ആ ലേബലിൽ എന്ത് വിറ്റാലും ആൾക്കാർ മേടിച്ചോളൂ. അതിന്റെ ഒരു ക്വാളിറ്റി ചെക്കിങ്ങും ഇല്ല, ഒരു ISI മാർക്കും വേണ്ട, ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡും വേണ്ട. അപ്പൊ ആ കൂട്ടത്തിൽ ഇവർ നടത്തുന്ന ഈ ചെറുകിട വ്യവസായമാണ് ഈ സംഭവം. എന്ത് പ്രൊവോക്കേഷൻ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെറിയ കാര്യം മതി. ഇപ്പോ പണ്ടത്തെ പോലെ അത്ര വലിയ മതസൗഹാർദ്ദമൊന്നും ആളുകളുടെ ഇടയിൽ ഇല്ല. ഇനിയിപ്പോൾ അത് സ്വപ്നമാവുന്ന സാഹചര്യത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളായിരിക്കുന്നവർ പോലും എത്ര പെട്ടെന്നാണ് മതത്തിന്റെ പേരിൽ ശത്രുക്കൾ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ നമ്മൾക്കെതിരെ നിൽക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത കാലഘട്ടമാണ് ഇപ്പോൾ. അവിടെയാണ് ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽപ്പെട്ട ആളുകളുടെ അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇമ്മാതിരി പരിപാടി കാണിക്കുന്ന ഭക്തിയുടെ പേരിൽ. ഞാൻ പറയുന്നത് ഇവരങ്ങനെ ചെയ്തു എന്നുകൊണ്ടൊരു പ്രശ്നമല്ല. പക്ഷെ ആ വീഡിയോ എടുത്ത് വിടുന്നതിന് പിന്നിൽ ഇവർക്ക് ഇവരുടേതായ അജണ്ടയുണ്ട്. ഇവർക്ക് റീച്ച് കിട്ടണം, ഇവരുടെ ബിസിനസ് നടക്കണം. ഇവരെ കൂടെ നിന്നിരുന്ന ആളുകൾ തന്നെ ഇവർക്കെതിരെ ഇപ്പൊ സംസാരിച്ചിട്ടുണ്ട്. കൂടെ നിന്ന കാലത്തൻ്റെ ഒരു വീഡിയോ ന്യൂസ് 18 എന്ന് പറയുന്ന ചാനൽ എന്ന് പറയുന്ന വലതുപക്ഷ ചായ്വുള്ളൊരു ചാനലാ. ആ ചാനലിൽ വന്ന ഒരു വാർത്ത, എന്തുമാത്രം തെറ്റാണ് ഞാൻ ഇതിനു മാത്രം മറ്റൊരു മതത്തിൽ നിന്ന് ഒരു കൃഷ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്യുന്നത്? ഇത്ര വലിയ തെറ്റ്
അതും കൂടി ഒന്ന് നിങ്ങളൊക്കെ പറഞ്ഞു തരും. എന്റെ ഒരു തൊഴിലായിട്ട് കാണൂ. ഈ വീഡിയോ കാണുമ്പോൾ എന്റെ മതസ്ഥരായിരിക്കും കൈയൊട്ടിച്ചിരിക്കുക, ഇവക്കിത് കിട്ടണോ, ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത്. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവർക്ക് ചിന്തിച്ചൂടെ, എനിക്ക് സ്വർഗത്ത് പോകണ്ട, ഞാൻ നരകത്ത് പോയിക്കോളാം. ഇവരെന്തിനാ എന്നെ സ്വർഗത്ത് പറഞ്ഞേക്കുന്നത്? ആരെങ്കിലും വൈബയിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കി കൊണ്ടുപോകാന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് അറിഞ്ഞൂടെ എനിക്ക്. ഈ വാർത്ത കാണുമ്പോൾ തോന്നുന്നത് മതസൗഹാർദ്ദമൊന്നും അല്ലല്ലോ. നമ്മൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു പ്രത്യേക സമുദായപ്പെട്ട ആൾക്കാരുള്ള വിദ്വേഷമാണ്. ഈ വിദ്വേഷം എൻക്യാഷ് ചെയ്യുന്നതാണ് ഇവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പിന്നിൽ സംഭവിക്കുന്ന കാര്യം. ഇവർ ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല കേട്ടോ, മറ്റൊരു വീഡിയോൻ്റെ ഒരു ഓട്ടോറിക്ഷ, ഇവരുടെ വാപ്പയുടെ ഓട്ടോറിക്ഷ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇവരുടെ. അതിൽ ഇവർ പറയുന്നൊരു സംഭവം നമ്മൾക്ക് കേൾക്കുമ്പോൾ പച്ചയ്ക്ക് മനസ്സിലാവും ഇവരൊരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയാണെന്നുള്ളത്. മുസ്ലിം വനിതയാണ്, ഇസ്ലാം മത വിശ്വാസിയാണ്, അങ്ങനെയുള്ള ഞാൻ ഇതാ കൃഷ്ണഭക്തി കാണിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ളവരെ ഒറ്റപ്പെടുന്നത് എനിക്കെതിരെ സംസാരിക്കുന്നു എന്ന് പറയുന്നത്. ഒരാൾക്കാർക്ക് ഇഷ്ടമുള്ള മതവിശ്വാസം പിന്തുടരാനുള്ള രാജ്യത്ത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ ഇവർ ആ സാഹചര്യത്തെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ഒരു കാര്യം അത് മനുഷ്യത്വ വിരുദ്ധമാണ്. പക്ഷേ സ്ത്രീ വിരുദ്ധത ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ തനിക്കെതിരെ ആളുകൾ നിൽക്കുന്നു എന്നുള്ള ഇരവാദം ഉണ്ടാക്കിയെടുക്കുകയും അത് എൻക്യാഷ് ചെയ്യുന്നവരെയും നമുക്ക് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇവർ ഈ ഓട്ടയുടെ കാര്യം പറഞ്ഞല്ലോ, ആ വീഡിയോയിൽ ഇവർ പറയുന്ന കാര്യം, ഇവർ 90% മുസ്ലിങ്ങളുള്ള പൊന്നൂരോ എന്നുള്ള സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ 90% മുസ്ലിങ്ങളാണ്, 10% മാത്രമാണ് ഹിന്ദുക്കളടക്കമുള്ള മറ്റു മതസ്ഥരുള്ളത്. അപ്പോൾ ബിസിനസ് പോയാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വാപ്പ ചെയ്തൊരു കാര്യം കാണിക്കുകയാണ്. അതായത് ഈ ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്ത് കണ്ണൻ്റെ ഫോട്ടോയും പിടിച്ച് ഇവർ നിൽക്കുന്ന ഫോട്ടോ അത് വെച്ചിരിക്കുന്നു. ഇവരെന്താ പറഞ്ഞു വരുന്നത്, ഈ 90% വരുന്ന ബാക്കിയുള്ള മതവിശ്വാസികളൊക്കെ ഈ ഓട്ടോയിൽ കയറില്ല, കാരണം അവർക്ക് ഇത് ഇഷ്ടമല്ല, ഇവരെ മറ്റു മതങ്ങളോട് വിരോധം വെച്ച് പുലർത്തുന്നവരുടെ എന്ന രീതിയിൽ കാണിക്കണം. ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ ശരിയാണ്, നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ന്യൂനപക്ഷം ഇതേപോലെ മറ്റു മതങ്ങളോട് വിരോധം പരസ്യമായിട്ട് കാണിക്കുന്നവരും മതതീവ്ര ചിന്തയുള്ളവരുമാണ്. എന്ത് കരുതി നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണോ? എനിക്ക് ഒരുപാട് നല്ല മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, അവർക്ക് മനുഷ്യരുള്ള സ്നേഹം മതാധിഷ്ഠിതമല്ല. ഇവർ 90% ആളുകൾ ഓട്ടോയിൽ കയറിയില്ല എങ്കിൽ പോലും പ്രശ്നമില്ല എന്ന രീതിയിൽ ഫോട്ടോ വെച്ചെന്ന് പറയുമ്പോൾ 90% ആളുകളെ അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഇവർ ഈ വിരുദ്ധതയൊക്കെ വിറ്റ് കാശാക്കുന്നവരാ, ഭക്തി വിറ്റ് കാശാക്കുന്നവരാ. ഇപ്പോൾ ഇവർക്കെതിരെ കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ 6 മാസം ശിക്ഷയും ചിലപ്പോൾ എത്ര രൂപ പിഴ അടക്കണമെന്നുള്ളത് നമുക്കറിയാം, അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. ആ പിഴ അടക്കേണ്ടി വരും. ഞാൻ പറയുന്നത് ഒരു വാണിംഗ് എന്ന രീതിയിൽ ഇവർക്കിത് കിട്ടേണ്ടത് ആവശ്യമാണ്. മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റിന് ശിക്ഷ ലഭിക്കേണ്ടതാണ്. എന്നാലേ ഇവരുടെ ഈ പട്ടിഷോ നിർത്തുകയുള്ളൂ. അത് എനിക്ക് ഈ ജസ്ന സലീമിനോട് പറയാനുള്ളത്. നിർത്ത്, ഇത് വെറും കോപ്രായമാണെന്ന് ആൾക്കാർക്കറിയാം, നിർത്തിയിട്ട് പോ. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.